ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين نبينا محمد وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച മനോഹരമായ നബിചരിത്രത്തെ പറ്റി പറയുന്ന ഒരു കവിതയാണ് അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിൽ വന്ന 1-ാം വർഷമുണ്ടായ 10ഓളം സംഭവങ്ങൾ നമ്മൾ വിശദീകരിച്ചു. പിന്നീട് 2-ാം വർഷത്തിലെ സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ 2-ാം വർഷത്തെ ഹിജ്റ 2-ാം വർഷം നടന്ന 6 പ്രധാന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ന് എടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووجبت فيه زكاة الفطر من بعد بدر بليال عشر وفي زكاة المال خلف فادري وماتت ابنة النبي البري رقية قبل رجوع السفر زوجة عثمان وغرس الطهر فاطمة على علي القدر. ജസാക്കുമുല്ലാഹു ഖൈറൻ. ഇത്രയാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വരികൾ അർത്ഥം ശരിയാകണമെങ്കിൽ അത്രയുമാണ് വരിക. പിന്നീട് അടുത്ത വിഷയമാണ് ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വവജബത് ഫീഹി സകാത്തുൽ ഫിത്രി മിൻ ബഅദി ബദ്രിൻ ബിലയാലിൻ അശ്ർ വഫീ സകാത്തിൽ മാലി ഖുൽഫുൻ ഫദ്രി. ഷെയ്ഖ് പിന്നീട് പറയുന്നത് സകാത്തുൽ ഫിത്റിനെ കുറിച്ചാണ്. സകാത്തുൽ ഫിത്ർ അതിനെക്കുറിച്ചാണ്. ഹിജ്റ 2-ാം വർഷത്തിലാണ് ഈ ഉമ്മത്തിന്, മുസ്ലിം ഉമ്മത്തിന് ഫിത്ർ സകാത്ത് നിർബന്ധമാകുന്നത്. ഹിജ്റ 2-ാം വർഷത്തിലാണ് മുസ്ലിം ഉമ്മത്തിന് ഫിത്ർ സകാത്ത് അത് നിർബന്ധമാകുന്നത്. ഏത് സമയത്താണ് അത് നിർബന്ധമാകുന്നത്? ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഹിജ്റ 2-ാം വർഷം റമളാൻ മാസം അവസാനിക്കാൻ 3 ദിവസം ബാക്കി ഉണ്ടായിരിക്കെയാണ് എന്തുണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്ത് നിർബന്ധമാകുന്നത്? ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. റമളാനിന്റെ അവസാനം 3 ദിവസം ബാക്കി ഉണ്ടായിരിക്കെയാണ് ഫിത്ർ സക്കാത്ത് അത് നിർബന്ധമാകുന്നത്. എങ്ങനെയാണ് ഇതിന്റെ സമയം? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മഗ്രിബ് ബാങ്ക് കൊടുത്തത് മുതൽ പിറ്റേ ദിവസം നിസ്കാരത്തിന് മുൻപ് എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടണം. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളും കാണാം. അഥവാ റമളാൻ 1 മുതലേ കൊടുക്കാൻ സാധിക്കുമോ, അതല്ല ഈ പറഞ്ഞതുപോലെ മാസം കണ്ടതിന് ശേഷമാണോ എന്നതൊക്കെ ഫിഖ്ഹിയായ ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇതിന്റെ വിധി? ഇതിന്റെ വിധി എന്താണ്? സുന്നത്താണോ അതല്ല മുസ്തഹബാണോ നിർബന്ധമാണോ? നിർബന്ധമായ കാര്യമാണ്. ഫിത്ർ സക്കാത്ത് നൽകുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തൽ ഫിത്ർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തൽ ഫിത്ർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഫിത്ർ സക്കാത്ത് നൽകുക എന്നുള്ളത് നിർബന്ധമാക്കി. അപ്പോൾ എന്താണ്? ഇതാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി എന്നതിനെ അറിയിക്കുന്ന അസർ. എത്രയാണ് ഇത് നൽകേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 1 സാഅ നൽകണമെന്നാണ്. 1 സാഅ നൽകണമെന്നാണ്. എത്രയാണ് 1 സാഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 4 മുദ്ദാണ്. 4 മുദ്ദാണ് 1 സാഅ.
ഒരു മുദ്ദത്രയാണ് ഒരു മുഅ്തദിലായ വ്യക്തി അഥവാ ഒത്ത വലിപ്പമുള്ള കൈയുള്ള ഒരു വ്യക്തിയുടെ 4 കൈക്കുമ്പിൾ, അതാണ് ഒരു സാ. ഒരു കൈക്കുമ്പിൾ എന്ന് പറയുമ്പോൾ ഇത്ര, ഇങ്ങനെയുള്ള 4 കോരിയെടുക്കൽ ഉണ്ടായിക്കഴിഞ്ഞാലാണ് എത്ര, ഒരു സാ എന്ന് പറയുക. ഈ കാലഘട്ടത്തിൽ ഗ്രാം കണക്ക് വെച്ച് നോക്കുമ്പോൾ പണ്ഡിതന്മാർ പല കണക്കുകളും പറഞ്ഞതായി കാണാം. 2 കിലോ 800 ഗ്രാം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളും കാണാം. ഏറ്റവും നല്ലത് 3 കിലോ കൊടുക്കുന്നതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹമൊക്കെ പറഞ്ഞതായി കാണാം 3 കിലോ കൊടുക്കുക എന്നുള്ളതാണ് നല്ലത്. കാരണം കൂടിയാലും എന്തില്ല, വലിയ പ്രയാസമുള്ള കാര്യമല്ല. അഥവാ കുറഞ്ഞു പോയാലോ അത് നമ്മളെ ഇബാദത്തിനെ ബാധിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ 3 കിലോ കൊടുക്കാനാണ് ലജ്നത്തു ദായിമ, സൗദിയിലെ ഉന്നത പണ്ഡിത സഭയായ ലജ്നത്തു ദായിമ പറയുന്നത്. ഇതാണ് സക്കാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് വഫി സക്കാത്തിൽ മാലി ഖുൽഫുൻ ഫദ്രി. പിന്നീട് എന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏതാണ്, ഫിത്ർ സക്കാത്താണ്. അതിനുശേഷം വഫി സക്കാത്തിൽ മാലി, സമ്പത്തിന്റെ വിഷയത്തിലുള്ള സക്കാത്ത്. നമുക്കറിയാലോ സമ്പത്തിന്റെ വിഷയത്തിൽ സക്കാത്തുകളുണ്ട്. ഖുൽഫുൻ ഫദ്രി, ആ വിഷയത്തിൽ എന്തുണ്ട്, അഭിപ്രായ ഭിന്നതകളുണ്ട്. ഫദ്രി, അത് നീ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇതും ഹിജ്റ 2 നിർബന്ധമായതെന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കുക. ഹിജ്റ 2 വർഷത്തിലാണ് സക്കാത്തുൽ മാലും അഥവാ സമ്പത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കേണ്ടതായ സക്കാത്ത് നൽകുക എന്നത് നിർബന്ധമായത് ഏത് കാലത്താണ്, ഹിജ്റ 2 വർഷത്തിലാണ് എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ല അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുക. എന്തിനൊക്കെയാണ് സക്കാത്ത് നൽകേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് സക്കാത്ത് നൽകേണ്ടത്? 4 കാര്യങ്ങൾക്കാണ്. അതിൽ ഒന്നാമത്തേത് സ്വർണം, അതുപോലെ വെള്ളി, അതുപോലെ പണം. ഇതിന്റെ ഒന്നും കണക്കുകളോ കാര്യങ്ങളോ പറയുന്നില്ല, അറിഞ്ഞിരിക്കുക എന്നുള്ള നിലക്ക് പറയുന്നതാണ്. കാരണം അതൊക്കെ ചർച്ച വരുന്നത് ഏത് ബാബില, ഏത് കിതാബില? അഹ്സൻത്, ഫിഖ്ഹുമായി ബന്ധപ്പെട്ടതാണ്. ജസ്റ്റ് പറഞ്ഞു പോകുക എന്നുള്ള നിലക്ക് പറയുന്നതാണ്. സ്വർണം, വെള്ളി, അതുപോലെ പണം, ഇതാണ് ഒരു വിഭാഗം. രണ്ടാമത്തേത് കച്ചവട വസ്തുക്കൾ. മൂന്നാമത്തേത് കൃഷി ചെയ്തുണ്ടാക്കിയ വസ്തുക്കൾ, അരി, ഗോതമ്പ്, അതുപോലുള്ളത്. നാലാമത്തേത് ആട്, മാട്, ഒട്ടകങ്ങൾ. ഈ 4 വിഭാഗത്തിനാണ് എന്ത് ചെയ്യേണ്ടത്, സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാവരും കൊടുക്കേണ്ടതാണോ? അല്ല, അതിനൊരു നിസാബ് ഉണ്ട്, കണക്കുണ്ട്. പറഞ്ഞതുപോലെ അത് ചർച്ച ചെയ്യപ്പെടുക ഏത് ബാബിലാണ്, ഫിഖ്ഹുമായി ബന്ധപ്പെട്ടതാണ്. ഈ വസ്തുക്കൾക്കാണ് സക്കാത്ത് നൽകേണ്ടത്. ഇതിന്റെ വിശദീകരണം പറഞ്ഞതുപോലെ ഉലമാക്കൾ എന്താണ്, ഫിഖ്ഹിയായ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്തതായി കാണാം. ഇപ്പൊ 2 കാര്യങ്ങളാണ് പിന്നീട് എന്തുണ്ടായത്, നിർബന്ധമാക്കിയത്. അതിലൊന്നേതാണ് സക്കാത്തുൽ ഫിത്റാണ്, രണ്ടാമത്തേത് സക്കാത്തുൽ മാലാണ്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറയാണ് വമാതത് ഇബ്നത്തുൻ നബിയിൽ ബർരി റുഖയ്യത്തുൻ ഖബ്ല റുജൂഇ സഫരി. എന്താണ് വമാതത് ഇബ്നത്തുൻ നബിയിൽ ബർരി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നോമന പുത്രിയായ റുഖയ്യ മരണപ്പെട്ടതാണ്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത് ഖബ്ല റുജൂഇ സഫരി, യാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. ആ യാത്ര ഏതാണ്, സൗജത്തു ഉസ്മാൻ. അതുകൊണ്ട് ആ കവിതയിൽ ബാക്കി ഭാഗം സൗജത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ആര്, റുഖയ്യ ബിൻത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഇവിടെ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ മരണമാണ്. ഇവിടെ പറഞ്ഞല്ലോ ഖബ്ല റുജൂഇ സഫർ. ഏത് സഫറാണിത്, ബദർ യുദ്ധത്തിന്റെ സമയത്താണ് റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. ബദർ യുദ്ധത്തിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്, റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ തന്നെ റുഖയ്യ റളിയല്ലാഹു അൻഹ എന്തായിരുന്നു, രോഗിയായിരുന്നു. ആ സമയത്ത് തന്നെ റുഖയ്യ റളിയല്ലാഹു അൻഹ രോഗിയായിരുന്നു. അവരുടെ കാര്യം നോക്കാൻ ആരെയാണ് ഏൽപ്പിച്ചത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് എന്ത് ചെയ്തത്, രോഗിയായിരിക്കുന്ന റുഖയ്യ റളിയല്ലാഹു അൻഹയെ കാര്യങ്ങളൊക്കെ
നോക്കാൻ ഏൽപ്പിച്ചത്. എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? അയ്യോ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ആര്? റുഖയ്യ റളിയല്ലാഹു അൻഹ. അതിനാൽ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പറഞ്ഞതിനാൽ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല? ബദർ യുദ്ധത്തിന് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ ഒരു യുദ്ധത്തിന് പോയി ജയിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന് പോയി ജയിച്ചു കഴിഞ്ഞാൽ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്? 3 ദിവസം കഴിഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങുക. 3 ദിവസം കഴിഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങുക. ഒരു യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിന് ജയിച്ചു കഴിഞ്ഞാൽ 3 ദിവസം അവിടെ നിന്ന് അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുള്ളത്? തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാറുള്ളത്. ബദർ വിജയിച്ച കാര്യം മദീനക്കാരെ അറിയിക്കാൻ 2 സ്വഹാബിമാരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. ആരൊക്കെയാണത്? ഒന്നാമത്തേത് അബ്ദുല്ലാഹിബ്നു റവാഹ, രണ്ടാമത്തേത് സെയ്ദ് ബിൻ ഹാരിസ. ഇവര് 2 പേരെ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം ജയിച്ചത് അറിയിക്കാൻ വേണ്ടി മദീനയിലേക്ക് ഇവരെ നിയോഗിക്കുകയുണ്ടായി. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅതാനൽ ഖബർ, നമുക്ക് ബദർ മുസ്ലിമീങ്ങൾ ജയിച്ചു എന്ന വാർത്ത വന്നെത്തി. ഏത് സമയത്താണ്? ഹീന സവൈന തുറാബ അലാ റുഖയ്യത ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ ഖബർ നമ്മൾ അടക്കി തിരിച്ചു വരുന്ന വേളയിലാണ് നമ്മൾ ഏത് വാർത്ത അറിയുന്നത്? ബദർ യുദ്ധത്തിന് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തരമായ വിജയം നൽകിയിട്ടുണ്ട് എന്ന വാർത്ത നമുക്ക് വരുന്നത്. അപ്പോൾ ഈ സമയത്താണ് റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടത്. നമ്മൾ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ബദറിൽ എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല? പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഗനീമത്ത് സ്വത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഹിതം ആർക്ക് നൽകിയിട്ടുണ്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഇപ്രകാരം പറയുകയും ചെയ്തു, ഇന്ന ലക അജ്റ റജുലിൻ മിമ്മൻ ഷഹിദ ബദർ. താങ്കൾക്ക് എന്തുണ്ട്? ബദറിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുടെ പ്രതിഫലം താങ്കൾക്കുമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. അവിടുന്ന് ഒരിക്കലും യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പോകാതിരുന്നതല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചത് കൊണ്ടായിരുന്നു എന്ത് ചെയ്തത്? അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകാതിരിക്കാനുള്ള തടസ്സമായിട്ട് ഉണ്ടായിരുന്ന കാര്യം. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്ന കാര്യം, വഉർസു തുഹരി ഫാത്തിമത്തു അലാ അലിയിൽ ഖദ്രി. പിന്നീടുണ്ടായ സംഭവം എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ നിക്കാഹ് നടന്ന സംഭവമാണ് പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. ബദർ യുദ്ധശേഷമാണ് അലി റളിയല്ലാഹു അൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. ബദർ യുദ്ധ ശേഷം. ഇതിനുള്ള തെളിവെന്താണ്? വിവാഹത്തിന്റെ ചിലവിന് ബദറിന്റെ ഗനീമത്ത് സ്വത്തിൽ നിന്ന് എടുത്തതായി അലി റളിയല്ലാഹു അൻഹു ഗനീമത്ത് സ്വത്ത് ലഭിച്ചതിൽ നിന്ന് വിവാഹ ചെലവ് എടുത്തതായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു അസറിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യം എന്താണ്? ബദർ യുദ്ധ ശേഷമാണ് അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്റെ മകനാണ് ആര്? അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് അല്ലെ? ഉപ്പയുടെ സഹോദരന്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. നമ്മുടെ നാട്ടിൽ പൊതുവെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ള ഒരു കാര്യമാണെന്ത്? കുടുംബത്തിൽ വിവാഹം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പൊതുവെ നമ്മുടെ നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ള ഒരു വിഷയമാണെന്ത്? കുടുംബക്കാർ തമ്മിൽ വിവാഹം ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മൂത്തുമ്മയുടെ മകൾ അല്ലെങ്കിൽ മൂത്താപ്പയുടെ മകൾ, അങ്ങനെ ഉള്ള ആളുകളുമായി
വിവാഹം ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്, പറയപ്പെടാറുണ്ട്. ഇങ്ങനെ പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഖുർആനും സുന്നത്തും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ശറഈയായി എന്തില്ല, ഒരു തടസ്സവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത സൈനബ് ബിൻത് ജഹ്ഷ് ഉമ്മുൽ മുഅ്മിനീനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരിയുടെ മകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരിയുടെ മകളാണ് ആര്? സൈനബ് ബിൻത് ജഹ്ഷ്. അപ്പോൾ പരസ്പരം അവർ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ട്. ശരീഅത്ത് വിലക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ ചെയ്യില്ല. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിന് എന്ത് ചെയ്യില്ല, വിവാഹം ചെയ്ത് കൊടുക്കുകയുമില്ല. അതിനാൽ തന്നെ ഇത് അറിയിക്കുന്ന കാര്യം എന്താണ്, ഇങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ്. ലജ്നത്തു ദായിമ, സൗദിയിലെ ഉന്നത പണ്ഡിത സഭയായ ലജ്നത്തു ദായിമയോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. എന്താണത്? ഇങ്ങനെ ഈ രൂപത്തിൽ കുടുംബക്കാർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ആ പണ്ഡിത സഭ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നതിൽ എന്തില്ല, യാതൊരു തെറ്റുമില്ല. മാത്രമല്ല ചിലർ പറയുന്നത് അങ്ങനെ കല്യാണം കഴിച്ചാൽ ന്യൂനതയുണ്ടാകുമെന്നാണ്. അല്ലെ, ചില കുട്ടികൾക്ക് ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് കോങ്കണ്ണ് ഉണ്ടാകുന്നുള്ളത്. അങ്ങനെയൊക്കെ പറയുന്നതിനും യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് ആര് പറയുന്നത്? സൗദിയിലെ ഉന്നത പണ്ഡിത സഭയായ ലജ്നത്തു ദായിമ പറയുന്നത്. പക്ഷെ ഉലമാക്കൾ പൊതുവെ ഈ രൂപത്തിൽ പറയാറുണ്ട്. എന്താണത്? സ്വന്തം കുടുംബത്തിൽ തന്നെ നിക്കാഹ് ചെയ്യരുത്, അല്ലെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറയാൻ രണ്ട് കാരണങ്ങൾ പൊതുവെ കാണാറുണ്ട്. ഒന്നെന്താണ്, നമ്മുടെ കുടുംബം വ്യാപിക്കണം, നമ്മളുമായി ബന്ധമുള്ള ആളുകൾ വ്യാപിക്കണം എന്ന രൂപത്തിൽ സ്വന്തം കുടുംബത്തിൽ തന്നെ കല്യാണം കഴിക്കാതിരിക്കലാണ് നല്ലത് എന്ന് പൊതുവെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. രണ്ടാമതൊരു കാരണം, ഇതുപോലെ അടുത്ത കുടുംബക്കാരെ കല്യാണം ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, വല്ല കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ എന്താണ്, പിന്നീട് അത് ത്വലാഖോ മറ്റോ ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ബന്ധം തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. പിന്നീട് കുടുംബ ബന്ധം തമ്മിൽ എന്തുണ്ടാകും, തകരാൻ സാധ്യത കൂടുതലായതിനാൽ തന്നെ ആ രൂപത്തിൽ ഒഴിവാക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്തായാലും അടിസ്ഥാനം എന്താണ്? പറ്റുമെന്നുള്ളതാണ്. അടിസ്ഥാനം പറ്റുമെന്നുള്ളതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നതായി കാണാം, ദീനുള്ള കുടുംബമാണ് എങ്കിൽ നമുക്ക് ആ കുടുംബത്തെ സ്വീകരിക്കാം. അഥവാ നമ്മൾ അടുത്ത കുടുംബമാണ്, മൂത്തമ്മയുടെ മകളാണ് അല്ലെങ്കിൽ മൂത്താപ്പയുടെ മകളാണ്, നല്ല ദീനുള്ള കുട്ടിയാണ് എങ്കിൽ എന്ത് ചെയ്യാം, ആ കുട്ടിയെ തന്നെ തിരഞ്ഞെടുക്കാം, സ്വീകരിക്കാം എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറഞ്ഞതായി കാണാം. പറയുന്നത് പോലെ ന്യൂനതയുണ്ടാകും എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കളായ അൽ ഹസൻ അതുപോലെ തന്നെ ഹുസൈൻ, അവർക്ക് ആരോഗ്യപരമായി എന്തുണ്ടായിരുന്നില്ല, ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അവർക്ക് ആരോഗ്യപരമായി ഒരു പ്രയാസവും കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കാനുള്ളത്. ചെറിയൊരു പ്രയാസമുണ്ട്, ജലദോഷം പിടിച്ചിട്ടുള്ളത്, കൂടുതൽ സംസാരിക്കുന്നതിൽ പ്രയാസമുണ്ട്. ഇൻഷാ അല്ലാഹ് ഹദീസ് ക്ലാസ് കുറച്ച് കൂടുതൽ സമയം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. പറഞ്ഞതിൽ വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തെറ്റും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതെന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.